നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മേഘാലയയിൽ തിങ്കളാഴ്ച 4 കോൺഗ്രസ് MLA-മാരിൽ 3 പേരും ഷില്ലോങ്ങിലെ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾ പാർട്ടി NPP-യിൽ ഔദ്യോഗികമായി ചേർന്നതിനാൽ മേഘാലയയിലെ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇനി ഒരു നിയമസഭാംഗം മാത്രം. മവാത്തി മണ്ഡലത്തിൽ നിന്നുള്ള ചാൾസ് മാൻഗാർ, അംസ്നിക് മണ്ഡലത്തിലെ ഡോക്ടർ സെലിസ്റ്റിൻ ലിങ്ദോ, നോങ്സ്റ്റോയിൽ മണ്ഡലത്തിലെ ഗബ്രിയേൽ വാലാങ് എന്നിവരാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചത്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സാങ്മയുടെ സാന്നിധ്യത്തിലാണ് 3 MLA-മാരും NPP-യിൽ ചേർന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സംസ്ഥാന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് അഡ്മിനിസ്ട്രേഷൻ വൻസുക് സയീം മങ്കറിനെയും വഹ്ലാങ്ങിനെയും 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിന് 2 ദിവസം ശേഷമാണ് പ്രധാന രാഷ്ട്രീയ സംഭവവികാസം ഉണ്ടായത്. ഓഗസ്റ്റ് 16-ന് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെന്റ് പാലായുടെ അധ്യക്ഷതയിൽ നടന്ന പാർട്ടി യോഗത്തിൽ പങ്കെടുത്തതിനാൽ ലിങ്ദോയെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തില്ല എന്നതാണ് ശ്രദ്ധേയം. 3 കോൺഗ്രസ് നിയമസഭാംഗങ്ങളും തിങ്കളാഴ്ച നിയമസഭാ സ്പീക്കർക്ക് അപേക്ഷ നൽകിയതിനു ശേഷം ഔദ്യോഗികമായി NPP-യിൽ ചേർന്നു. ഇതോടെ 60-അംഗ അസംബ്ലിയിൽ NPP-യുടെ എണ്ണം 31-ആയി ഉയർന്നു. 1972-ൽ മേഘാലയ സംസ്ഥാനമായതിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ ഒരു MLA-യുമായി ചുരുങ്ങിയത്. കൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ നിയമസഭയിലെ അംഗബലം 13-ആയി കുറയുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിന് 5 അംഗങ്ങളും വോയിസ് ഓഫ് ദ പീപ്പിൾ പാർട്ടിക്ക് 4 അംഗങ്ങളുമാണ് ഉള്ളത്. സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ റോണി വി ലിങ്ദോ സഭയിലെ ഏക കോൺഗ്രസ് നിയമസഭാംഗമായതിനാൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഉപമുഖ്യമന്ത്രിമാരായ പ്രസ്റ്റോൺ ടിൻസോങ്ങും സ്നിയാവിഫലാങ്ധറും പാർട്ടി ആസ്ഥാനത്ത് നിരവധി NPP നിയമസഭാംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കോൺഗ്രസിൽ നിന്നെത്തിയ 3 MLA-മാരെയും സാങ്മ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. NDA സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിനുള്ള അംഗീകാരമാണ് ഇവരുടെ കടന്നുവരവെന്ന് സാങ്മ പറഞ്ഞു. NPP-യിൽ ചേർന്ന നേതാക്കൾ തങ്ങളുടെ വ്യക്തിപരമായ അജണ്ടയ്ക്കല്ല, മൊത്തത്തിലുള്ള വികസനത്തിന്റെ അജണ്ടയ്ക്കാണ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.